നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ രാധ, അവൾ ഇവിടെ തന്നെയാ ഉള്ളത്. ഇവിടെ തന്നെ, ഈ നാട്ടില്, നമ്മുടെ കൺമുന്നിൽ തന്നെ എവിടെയോ ഉണ്ടവള്. നമ്മളെ നേരിട്ട് കണ്ടതാ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയാ. ഈ മേഘനാഥൻ തോറ്റു തൊപ്പിയിട്ട് നാട്ടിലേക്ക് പോണോന്നാണോ താൻ പറയുന്നത്? ഒരിക്കലും പറ്റില്ലത്. കോട്ടയ്ക്കൽ മേഘനാഥൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെയാകും അത് പറ്റില്ല. അവളെ കണ്ടുപിടിക്കണോടോ? കണ്ടുപിടിക്കണം, നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ശരി സാർ, സാർ വിഷമിക്കാതെ 1-2 ദിവസം കൂടി സാർ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. രാധ അവനെയും കൂടെ ഒരുമിച്ച് വേണം പൊക്കാൻ. സാറ് വിചാരിച്ചത് നടക്കും. ഈ മണിച്ചനുണ്ടാവും കൂടെ. നെഞ്ചിലടിച്ച് കയറുന്ന വാക്ക. ഇന്ന് ലൈം ടീയോ? ഉറക്കം പോട്ടെ. ഓ, അങ്ങനെ ഉറക്കം ഒളിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോ തീരും. അഞ്ജലിയും കൂടെ വന്നിരുന്നെങ്കിലേ പാക്കിങ് നേരത്തെ തീരുമായിരുന്നു. ഓ, അവളെ ഇനി 2-3 ദിവസത്തേക്ക് പ്രതീക്ഷിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസാദ് സാറിന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ആകെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്ങനെ സംഭവിക്കുന്നു ദൈവത്തിനറിയാം. എന്റെ അഭിപ്രായത്തില് ഇനി ആ കല്യാണം നടത്തിക്കൊടുക്കുന്നതാ ആ അച്ഛനും അമ്മയ്ക്ക് നല്ലത്. പുറമെ നിന്ന് നോക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ മക്കള് തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു എന്നറിയുമ്പോ മാതാപിതാക്കളുടെ നെഞ്ചെടുപ്പൊന്നും നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. പറഞ്ഞറിഞ്ഞിടത്തോളം പ്രസാദ് അച്ഛൻ കർക്കശക്കാരനാ. ഇപ്പൊ തന്നെ വലിയ പൊട്ടിത്തെറികൾ നടന്നു കാണുന്ന എന്റെ മനസ്സ് പറയുന്നത്. പറഞ്ഞു നാവെടുത്തില്ല. വിളിക്കുന്നത് ആര്യയാ. അവിടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ചോദിക്കട്ടെ. ഹലോ ആര്യ. ആ സീതമ്മേ, എവിടെ ഇപ്പോ? വീട്ടിൽ തന്നെയാണോ? അതെ. സുധാകരേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നെഞ്ചുവേദനയ്ക്ക് കുറവുണ്ടോ? നെഞ്ചുവേദനയോ? നീ എന്താ ആര്യ അങ്ങനെ ചോദിക്കുന്നേ? അതെന്തു പറ്റി? വലിയച്ഛ എന്നെ പകല് വിളിച്ചിരുന്നല്ലോ. സുധാകരേട്ടന് നെഞ്ചുവേദന വന്നോന്നും സീതമ്മ വിളിച്ചിട്ട് കൂട്ടിരിക്കാൻ അങ്ങോട്ട് പോവുകയാണെന്നും രാത്രി തിരിച്ചു വരില്ലെന്നും പറഞ്ഞു എന്നോട്. എന്താ അങ്ങനെയല്ലേ കാര്യങ്ങള്? അഞ്ജലി എന്താ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അവിടെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് മുഖം രക്ഷിക്കാനാവോ? കുറച്ചൊരു മനസ്സമാധാനം കിട്ടാൻ അല്പം മാറി നിൽക്കാന്ന് കരുതിയിട്ട്. സീതമ്മ കേക്കുന്നില്ലേ? വലിയച്ഛ അവിടെ ഇല്ലേ അപ്പോ? ഉണ്ടല്ലോ, വീട്ടിലുണ്ട്. അപ്പോ സുധാകരേട്ടനുമായി ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഡോക്ടർ തിരിച്ചുവിട്ടതാ. ഹോ, അതൊരു ആശ്വാസമായി. ഇവിടെ ആകെ പ്രശ്നമാ സീതമ്മേ. പുഷ്പേട്ടൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ? പറഞ്ഞു. അല്ല, അവര് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോ? വന്നു. അത് വലിയച്ചോട് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ശരി, ഞാൻ പറഞ്ഞേക്കാം. അഞ്ജലി അവിടെ പലഹാരങ്ങൾ പാക്ക് ചെയ്യാ. നീ വെച്ചോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.